ഡോക്ടർ മേരി ജോർജ് മാഡം, UDF പറഞ്ഞതുപോലെ കേരളത്തിലും സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര വരികയാണ്. ഇത്തരമൊരു ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമൊന്നുമല്ല നമ്മുടെ കേരളം. എന്നിട്ടും ഈ പ്രഖ്യാപനം ഇത്രയേറെ ചർച്ചയാകുന്നതിന് പിന്നിൽ ഇത് നടപ്പാക്കാനുള്ള ത്രാണി നമ്മുടെ ഖജനാവിനുണ്ടോ എന്ന സംശയമുള്ളതുകൊണ്ടാണ്. ശമ്പളം മുടങ്ങുന്ന, പെൻഷൻ പോലും കൃത്യമായി നൽകാൻ കഴിയാത്ത കോർപ്പറേഷൻ എങ്ങനെ ഈ ഒരു ബാധ്യത എടുത്ത് തലയിൽ വെക്കും? ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒന്നാണ്. കാരണം 2016 ഡോക്ടർ തോമസ് ഐസക് ഒക്കെ കൂടിയിട്ട് ഭരണത്തിൽ എത്തിയ ഉടനെ തന്നെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയിരുന്നു. സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിയെ സൂചിപ്പിക്കുന്ന വൈറ്റ് പേപ്പർ. ആ ധനപ്രതിസന്ധിയിൽ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം, UDF വീണ്ടും ഭരണത്തിൽ വരികയാണെങ്കിൽ KSRTC അടച്ചു പൂട്ടേണ്ടി വരും. കാരണം ജീവനക്കാർക്ക് ശമ്പളമോ പെൻഷനോ ഒന്നും കൊടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് KSRTC എത്തിച്ചേരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ആ വൈറ്റ് പേപ്പറിൽ. അച്ചട്ടായതുപോലെ LDF ഭരണത്തിൽ വന്നു. പക്ഷേ 1920-21 ആയപ്പോഴത്തേക്കും KSRTCക്ക് ശമ്പളമോ പെൻഷനോ ഒന്നും കൊടുക്കാൻ വയ്യാത്ത അത്ര വലിയ ബുദ്ധിമുട്ടിലായി തീർന്നു. അങ്ങനെ ബുദ്ധിമുട്ടിലായി തീർന്ന സമയത്താണ് KSRTCയിൽ, അതായത് KTDFCയിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന നിക്ഷേപകർ, അവർക്ക് അതിൻ്റെ പലിശ കിട്ടുന്നില്ല, മുതൽ മടക്കി കിട്ടുന്നില്ല, മടക്കി കിട്ടാൻ ആഗ്രഹിച്ചവർക്ക് പോലും അങ്ങനെ കോടതിയിൽ പോകുന്നു. അവർ കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്നു. അന്നത്തെ ചീഫ് സെക്രട്ടറി വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് എന്തുകൊണ്ട് ഇവർക്ക് പലിശ കൊടുക്കുന്നില്ല, അതായത് KTDFC എന്തിനു വേണ്ടി ഫോം ചെയ്തതാണ്? KSRTCക്ക് ആവശ്യമുള്ളത്ര പണം കൊടുത്ത് സഹായിക്കാൻ വേണ്ടിയാണ് പ്രാഥമികമായും KTDFCയെ ഫോം ചെയ്തത് ഗവൺമെൻറ് ഓഫ് കേരള. എന്നിട്ട് ആ KTDFCയിലേക്ക് പണം നിക്ഷേപിച്ചവർക്ക് പലിശയുമില്ല, പ്രിൻസിപ്പൽ സമം തിരിച്ചു കിട്ടുന്നില്ലാത്ത അവസ്ഥയിലാണ് അവർ കോടതിയിലെത്തുന്നത്. അപ്പോൾ കോടതി ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്നു. ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, നിത്യനിദാന ചെലവുകൾക്ക് പോലും ഖജനാവിൽ പണം കമ്മിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് പറയുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള, അതായത് KTDFC പോലെ ഓരോ സ്ഥാപനം സ്ഥാപിക്കുക, അത് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി. എന്താണ് വാട്ട് യു മീൻ ബൈ ഗവൺമെൻറ്റ്സ് ഗ്യാരണ്ടി എന്ന് ചോദിച്ചു. അതായത് KTDFCയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഗവൺമെൻറ്റാണ് ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത്. ആ ഗ്യാരണ്ടിക്ക് എന്താണ് അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം, ചീഫ് സെക്രട്ടറി തന്നെ പറഞ്ഞത്, അത് ഇങ്ങനെ ഗവൺമെൻറ് ആ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുത്ത് കൊടുക്കാമെന്നുള്ള അർത്ഥത്തിലല്ല ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നതെന്ന്. അന്ന് കോടതി പറഞ്ഞു, ഇനി ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്നുവെങ്കിൽ ഒരു റിഡംഷൻ ഫണ്ട് ഗവൺമെൻറ് തന്നെ ഫോം ചെയ്യണമെന്ന്. എന്താണ് ഈ റിഡംഷൻ ഫണ്ട്? KTDFCയിലെ സബ്സ്ക്രൈബേഴ്സിന്, അതിലെ ഇൻവെസ്റ്റേഴ്സിന് പറ്റിയതുപോലെ ഇനി ഇതുപോലെ ഒരു കോർപ്പറേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അബദ്ധം പറ്റാതിരിക്കാൻ, അവർക്ക് അങ്ങനെ അബദ്ധം പറ്റുന്ന ഒരവസ്ഥ വന്നാൽ ഗവൺമെൻറ് ഫോം ചെയ്യുന്ന റിഡംഷൻ ഫണ്ടിൽ നിന്ന് അവരുടെ മുതലും പലിശയും തിരിച്ചു കൊടുക്കാൻ പറ്റണം. അതാണ് കോടതി ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചോദ്യം, അതായത് അന്ന് തോമസ് ഐസക്കിൻ്റെയൊക്കെ ധവളപത്രത്തിൽ പറഞ്ഞത്, UDF ഭരണത്തിൽ വന്നാൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് കേരളം മാറും, ഒരു കടക്കണിയിലേക്ക് കേരളം മാറുമെന്നാണ്. പക്ഷേ LDF ഭരണത്തിൽ വന്നപ്പോഴോ യഥാർത്ഥത്തിൽ തോമസ് ഐസക്ക് പറഞ്ഞത് അറം പറ്റുന്നത് പോലെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോയി. അങ്ങനെയുള്ള ആ KSRTCയെ വലിയ ബുദ്ധിമുട്ടിലൂടെ നീങ്ങിക്കൊണ്ടിരുന്ന KSRTC മിസ്റ്റർ ഗണേഷ് കുമാർ ലാഭത്തിലാക്കി എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയാം KSRTC ഇപ്പോഴും ലാഭത്തിലല്ല. KSRTCയുടെ ശമ്പളവും ഒക്കെ ഇപ്പോഴും ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന പണം കൊണ്ട് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാഗ്ദാനം, ഇലക്ഷൻ വാഗ്ദാനമായിട്ട് കൊടുത്തത് നിറവേറ്റാൻ വേണ്ടിയാണോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് നിറവേറ്റും. അതായത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ഷേമ പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ ഒന്നും നിറവേറ്റാതെ പോവുകയില്ല
എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി തന്നെയാണ് ആദ്യ ദിവസം തന്നെ KSRTCയിലെ സൗജന്യ യാത്ര ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ അസർട്ട് ചെയ്തുകൊണ്ട് തന്നെ എടുത്തു പറഞ്ഞതും അത് ജൂൺ 15 മുതൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞതും. പക്ഷേ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം, കടുത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. അതായത് കഴിഞ്ഞ ഒരു 6 മാസക്കാലമായിട്ട് ട്രഷറിയിൽ ക്യൂ സിസ്റ്റമാണ്. ചെക്കുകൾക്കും മറ്റതുപോലെയുള്ള വിഡ്രോയൽസിനൊക്കെ ക്യൂ സിസ്റ്റം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെയുള്ള കോൺട്രാക്ടേഴ്സ് തൊട്ട് മെഡിക്കൽ കോളേജുകൾ തൊട്ട് ഏതൊക്കെ ഖജനാവിൽ നിന്ന് ഫണ്ട് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊട്ട് എല്ലാവർക്കും അറിയാം ക്യൂ സിസ്റ്റമാണ് ട്രഷറിയിലുള്ളത് എന്ന്. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട കടന്നുപോയ ധനമന്ത്രി 6000 കോടി അതിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അതൊക്കെ കൊടുത്തു തീർക്കേണ്ട പണമാണ്. അതായത് കൊടുത്തു തീർക്കേണ്ട പണം ക്യൂവിലിട്ടിട്ട്, അതായത് ചെക്കുകളുമെല്ലാം ക്യൂവിലിട്ടിട്ട് അവരെ അവിടെ നിർത്തിക്കൊണ്ട് അകത്ത് കുറച്ച് ഫണ്ട് വെച്ചിരിക്കുകയാണ്. മുച്ചൂടും മുടിച്ചിട്ടല്ല പോകുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. അതങ്ങനെ ട്രഷറിയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും അറിയാം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് എന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ധനപ്രതിസന്ധിയെപ്പറ്റി വേണ്ടത്ര അറിവോടുകൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് 15-ാം തീയതിയോടുകൂടി അതിൻ്റെ നിജസ്ഥിതി പുറത്തുവിടും. അതിനു മുൻപ് സംസാരിച്ച് വേണ്ടത്ര പരിഹാരങ്ങൾ കാണും എന്ന തരത്തിൽ ചെയ്തിരിക്കുന്നത്. അല്ല, ആ പ്രോമിസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആദ്യത്തെ അതായത് സ്വെയറിംഗ് ഇൻ സെറിമണിയോട് തുടർന്നുള്ള ആ പരിപാടിയിൽ തന്നെ അദ്ദേഹം അത് അനൗൺസ് ചെയ്യുന്നത്. അതായത് ഒരു വാഗ്ദാനത്തെയും തമസ്കരിക്കില്ല. ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അത്തരം ഒരു പ്രസ്താവന നടത്തിയത്. മാഡം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ ചില കണക്കുകൾ കൂടി സൂചിപ്പിക്കാം. അത് അത്യാവശ്യമാണ്. കാരണം സംസ്ഥാനത്താകെ 4700ഓളം KSRTC ബസ്സുകളാണ് ഉള്ളത്. ഇതിൽ 3000ഓളം ഓർഡിനറി, 1400 സൂപ്പർ ക്ലാസുകൾ, 300 ഫാസ്റ്റുകൾ. നിലവിൽ ഒരു ഓർഡിനറി ബസ്സിൽ ദിവസം 700 മുതൽ 1000 പേർ വരെയാണ് യാത്ര ചെയ്യുന്നത്. ആകെ 23 ലക്ഷം പേരാണ് KSRTCയിൽ പ്രതിദിനം സഞ്ചരിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 50% വരെ സ്ത്രീകളാണ് എന്നതും കണക്കിൽ പറയുന്നുണ്ട്. അതുപോലെ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്ത്രീ യാത്രക്കാരിൽ സ്വാഭാവികമായും വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ KSRTCയെ ആശ്രയിക്കാൻ തുടങ്ങും. തമിഴ്നാട്ടിൽ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ വനിതാ യാത്രക്കാർ 40% നിന്ന് 70% ഉയർന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന് ആനുപാതികമായി സർക്കാർ സബ്സിഡി അവിടെ വർദ്ധിപ്പിക്കുകയായിരുന്നു. സമാന സാഹചര്യം കേരളത്തിലും എന്തായാലും ഉണ്ടാകും. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ നഷ്ടം 112 കോടി രൂപയാണ് എന്നാണ് ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓർഡിനറി ബസ്സിൽ മാത്രം ഈ പദ്ധതി നടപ്പാക്കിയാൽ 57 കോടി രൂപയായിരിക്കും നഷ്ടം. സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിൽ നടപ്പാക്കിയാൽ 65 കോടിയാണ് നഷ്ടമുണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ ശമ്പളത്തിന് 50 കോടിയും പെൻഷന് 80 കോടിയും സർക്കാർ നൽകുന്നുണ്ട്. ഇന്ധന വില വർധനവ് നിലവിൽ വന്നല്ലോ, അതുമൂലം മാസം 3 കോടിയുടെ അധിക ബാധ്യതയും ഉണ്ടാകുന്നുണ്ട്. സൗജന്യ യാത്ര കൂടിയാകുമ്പോൾ ഒരുപക്ഷെ നഷ്ടം 200 കോടിയിൽ അധികം നൽകേണ്ടി വരും. ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി മാറില്ലേ? ഇത്രയും പണം സർക്കാരിന് കണ്ടെത്താനാകുമോ? നിലവിൽ ശമ്പളവും പെൻഷനും വാങ്ങുന്ന KSRTC ജീവനക്കാർ പോലും ആശങ്കയിലാകില്ലേ? ഈ പറയപ്പെട്ട ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി തരണം ആഗ്രഹിച്ചാൽ ഈ പ്രതിസന്ധി വളരെ എളുപ്പം തരണം ചെയ്യാൻ പറ്റും. ഇപ്പം ബസ്സുകളിലെ 50% യാത്രക്കാർ സ്ത്രീകളാണ് എന്ന് പറഞ്ഞു. അതിലൊട്ടും അത്ഭുതപ്പെടാനില്ല. കാരണം കേരളത്തിലെ പോപ്പുലേഷൻ്റെ സെക്സ് റേഷ്യോ അനുസരിച്ച്
52% സ്ത്രീകളും 48% പുരുഷന്മാരുമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതിലെ 50% സ്ത്രീകൾ യാത്രക്കാരാണ്, ബസ് യാത്രക്കാരാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴും അവിടെ ഒരു കാര്യം അവശേഷിക്കുന്നുണ്ട്. കുറച്ച് സ്ത്രീകളെങ്കിലും ഈ യാത്രയ്ക്കുള്ള സമ്പത്ത് കണ്ടെത്താനാകാത്തത് കൊണ്ട് വീട്ടിൽ യാത്ര ചെയ്യാതെ ഇരിക്കേണ്ടി വരുന്നു എന്ന്. അപ്പം നമ്മൾ ഈ കേരളത്തിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ പറ്റി ഒന്ന് ചിന്തിക്കണം. ഇവിടെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിനികൾ, അപ്പോൾ അവിടെ പെൺകുട്ടികളുണ്ട്. അതുകൂടാതെ ഇവിടെ കുടുംബശ്രീ 45 ലക്ഷത്തോളം കുടുംബശ്രീ പ്രവർത്തകരാണ് ഉള്ളത്. അതായത് കുടുംബശ്രീകളുമായിട്ട് എനിക്കൊരു ആത്മാർത്ഥത ബന്ധമുണ്ട്. അതായത് ഞാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു നല്ല ഒരു പ്രോജക്റ്റ് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിനെ പറ്റി ചെയ്തതാണ്. അപ്പോൾ കേരളത്തിലെ 5 ജില്ലകളിൽ നേരിട്ട് പോയി കുടുംബശ്രീ പ്രവർത്തനം, അതായത് 110 മൈക്രോ എൻ്റർപ്രൈസസ് ഓരോ ജില്ലയിലും വെച്ച് ഞാൻ സർവേ നടത്തിയതാണ്. അപ്പോൾ എനിക്കറിയാം ഓരോ ദിവസവും രാവിലെ ആ സ്ത്രീകൾ എന്നോട് പറഞ്ഞ കഥ എനിക്ക് ഓർമ്മയുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് 6 മണിയാകുമ്പോഴത്തേക്കും തുണി, ആ ദിവസം നനച്ചിടാനുള്ള തുണി പോലും നനച്ചിട്ടിട്ടാണ് ആ പാവം സ്ത്രീകൾ കുടുംബശ്രീ പ്രവർത്തനത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുന്ന സ്ത്രീകൾ 45 ലക്ഷത്തോളം കുടുംബശ്രീ പ്രവർത്തകരുണ്ട് എന്ന് ഓർമ്മിക്കുക. അപ്പം അങ്ങനെ പോകുന്ന ആ സ്ത്രീകൾ അവർ പലരും വളരെ കഷ്ടപ്പെട്ട് ഈ 6 മണിക്ക് വീട്ടിലെ 4 മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് നടന്നും ഓടിയും ഒക്കെയാണ് അവരുടെ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് വേണ്ടി പോകുന്നത്. ഒരു പക്ഷേ ബസ് ഉണ്ടെങ്കിൽ തന്നെയും ഓരോ ദിവസവും ബസ്സിൽ കയറി പോകാൻ, ഇവിടുത്തെ ഓർക്കണം, കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ട്രാൻസ്പോർട്ട് ചാർജസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ സംസ്ഥാനത്ത് ഈ പറയപ്പെട്ട സ്ത്രീകൾ എല്ലാ ദിവസവും ബസ്സിലൊന്നും ആയിരിക്കത്തില്ല പോകുന്നത്. അവർ നടന്നും ഓടിയും കിതച്ചും ഒക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അത്തരം സ്ത്രീകൾ, അതുപോലെ തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റിയും ഒരു സർവേ നടത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് കേരളത്തിൽ 93% തൊഴിലുറപ്പ് പദ്ധതി വർക്കേഴ്സും സ്ത്രീ തൊഴിലാളികളാണ്. ഈ സ്ത്രീ തൊഴിലാളികളും അതെ, വീടിൻ്റെ തൊട്ടടുത്തല്ലല്ലോ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ കിട്ടുക, അതെവിടെയെങ്കിലും ആയിരിക്കും, ഒരു പക്ഷേ കിലോമീറ്ററുകൾ ദൂരെ ആയിരിക്കാം. അപ്പോഴും ഇവർക്ക് ഈ ബസ്സിൻ്റെ സൗകര്യമുണ്ടെങ്കിൽ, അത് കൊടുക്കാനുള്ള പൈസയും ഉണ്ടെങ്കിൽ, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവരും ഈ കുടുംബശ്രീ പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുന്നവരുമൊക്കെ ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പിൽപ്പെട്ട മനുഷ്യരാണ്, സ്ത്രീകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ സൗകര്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സഹായകമായ സൗകര്യമാണ്. ഇനി നമ്മൾ നോക്കുക, ഈ വീട്ടുജോലിക്ക് വേണ്ടി പോകുന്ന സ്ത്രീകൾ ധാരാളം പേരുണ്ട്. വീട്ടുജോലിക്ക് വേണ്ടി പോകുന്നവർ, അവരും അതെ, വലിയ ശമ്പളമൊന്നും അല്ലല്ലോ വീട്ടുജോലിക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ മാന്യമായ തൊഴിൽ കൂലി വീട്ടുജോലിക്കും കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് ഒരു വെസ്റ്റ് ബംഗാൾ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു കോൺഫറൻസിന് വേണ്ടി വെസ്റ്റ് ബംഗാളിൽ ചെന്നപ്പോൾ അന്ന് ഇവിടെ 400-450 രൂപ കൂലിയുള്ള സമയത്ത്, അതായത് വീട്ടിലെ ജോലിക്ക് വേണ്ടി വരുന്ന ആഹാരവും 450 രൂപ കൂലിയുമുള്ള സമയത്താണ് ഞാൻ വെസ്റ്റ് ബംഗാളിൽ ഒരു കോൺഫറൻസിന് പോയത്, കൽക്കട്ടയിൽ. അപ്പോൾ കൽക്കട്ടയിൽ വന്ന് അവർ പറഞ്ഞത് 60 രൂപ, ഭക്ഷണം ഇല്ല, 60 രൂപയാണ് കൂലിയെന്ന്. 10 വർഷം മുൻപായിരുന്നു കേട്ടോ. 60 രൂപയാണ് കൂലി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കേരളവും ബംഗാളും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. രാവിലെ 6 മണിക്ക് വീട്ടിൽ വന്ന് വൈകുന്നേരം 6 മണിക്ക് തിരിച്ചു പോകുന്ന വീട്ടുജോലിക്ക് വരുന്ന സ്ത്രീകൾ 60 രൂപ കൂലിയെ കിട്ടൂ. അവർക്ക് യാതൊരു ഭക്ഷണവും വീട്ടിൽ നിന്ന് കിട്ടുകയുമില്ല. ഇവിടെ സുഭിക്ഷമായി ഭക്ഷണത്തോടൊപ്പമാണ് 400-450 രൂപ അന്ന് കൊടുത്തിരുന്നത്, ഇന്ന് അതിലും കൂടി. അപ്പോൾ ഇതുപോലെ അങ്ങനെയുള്ള പാവപ്പെട്ട സ്ത്രീകൾ, കുടുംബം പോറ്റാൻ വേണ്ടി വീട്ടുജോലിക്കൊക്കെ പോകേണ്ടി വരുന്ന സ്ത്രീകൾ, ഈ ബസ് ഫെയറും പിന്നെ അതുപോലെ ഏജൻസിക്ക് കൊടുക്കേണ്ടതും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞ് പട്ടിണിയാണെങ്കിലും വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അത്തരക്കാരെ, ഈ കുടുംബശ്രീക്കാരെ, തൊഴിലുറപ്പ് പദ്ധതിക്കാരെ, വീട്ടു ജോലിക്ക് പോകുന്നവരെ, അത്തരം സ്ത്രീകൾ ധാരാളം കേരളത്തിലുണ്ട്. തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായ കേരളത്തിലെ മിക്കവാറും പുരുഷന്മാർ ജോലിക്ക് പോകുന്നില്ല. ഇപ്പോഴാണല്ലോ ഈ ബ്രെയിൻ ട്രെയിനും ഒക്കെ അതുകൊണ്ട് വർദ്ധിച്ചത്.
തന്നെയുമല്ല പുരുഷന്മാർ ഇവിടുത്തെ ജോലി ചെയ്യാനായിട്ട് പോകാത്തത് കൊണ്ടാണല്ലോ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് നിന്ന് കൺസ്ട്രക്ഷൻ മേഖലയിലും കാർഷിക മേഖലയിലും എവിടെയൊക്കെ ജോലിയുണ്ടോ അവിടെയൊക്കെ കയറി പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ പുരുഷന്മാർ ജോലിക്ക് പോകാൻ വൈമുഖ്യം കാണിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടുത്തെ വീടുകളിൽ പുക ഉയരുന്നത്, പാചകവും അതായത് ആഹാരമൊക്കെ കഴിക്കാൻ പറ്റുന്നത്? അത് മിക്കവാറും എല്ലാ വീടുകളിൽ നിന്നും സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ്. ആ സ്ത്രീകളെയാണ് ഈ ചേർത്ത് പിടുത്തം കൊണ്ട് സഹായിക്കുന്നത്. അവർക്ക് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ചാർജസ്, ബസ് ചാർജസ് വഹിച്ച് മുന്നേറാനുള്ള ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് ഈ ഇലക്ഷൻ പ്രൊപ്പഗാൻഡയ്ക്ക് നടന്ന സമയത്ത് കോൺഗ്രസ്സുകാരുടെ ഒരുപാട് സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടുണ്ടാകാം. ബസ് യാത്രാ സൗകര്യം കുറവായത്, ബസ് യാത്രയുടെ ചെലവ് കൂടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അവർ പരാതിപ്പെട്ട് കാണും. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇങ്ങനെ ഒരെണ്ണം എഴുതി ചേർത്തത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇവിടുത്തെ സ്ത്രീകൾ, അതായത് അവർ സംഭാവന ചെയ്യുന്നത്, അവരതിൻ്റെ കണക്ക് പറഞ്ഞ് നടക്കുന്നില്ല. പക്ഷേ ഇതുപോലെ കുടുംബശ്രീയെയും തൊഴിലുറപ്പ് പദ്ധതിയെയും പറ്റിയൊക്കെ സർവേ നടത്തി പഠനം നടത്തിയിട്ടുള്ള എനിക്ക് നല്ല ഉറപ്പാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും, അതായത് ലോവർ സ്ട്രാറ്റയിലും ലോവർ മിഡിൽ സ്ട്രാറ്റയിലുമുള്ള സ്ത്രീകൾ പ്രത്യേകിച്ചും വളരെ കഷ്ടപ്പെട്ട് ജീവിതം തള്ളി നീക്കുന്നവരാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് തള്ളി നീക്കുന്നത് കൊണ്ടാണ് അവരുടെ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഹാരവും വസ്ത്രവും, അത് കുടുംബശ്രീക്ക് ഞാൻ പോയ സമയത്ത് അതിലെ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ കുടുംബശ്രീ സംരംഭങ്ങൾ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങളുടെ കുട്ടികൾ നന്നായിട്ട് ആഹാരം കഴിച്ചും നല്ല വസ്ത്രം ധരിച്ചും വേണ്ടത്ര പുസ്തകങ്ങൾ വാങ്ങിയും സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. അതിനു മുൻപ് ഉപ്പും കഞ്ഞിയുമായിരുന്നു ഞങ്ങളുടെ കുട്ടികളുടെ ഭക്ഷണം എന്ന്. അപ്പോൾ അത് ഇവിടുത്തെ മദ്യപാന ശീലം കാരണം ഭർത്താവ് ജോലിക്ക് പോയാൽ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ല ഭാഗവും ചിലപ്പോൾ മുഴുവനും കള്ള് ഷാപ്പിൽ ചെലവിടുമെന്ന് പോലും ആ സ്ത്രീകൾ, ഒരുപാട് പുരുഷന്മാരെ പറ്റി അങ്ങനെ ഒരുപാട് സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അറിയാവുന്ന ഒരു വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അതിനു മുൻപ് തന്നെ അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച ആ യു ഡി എഫിൻ്റെ സഖ്യം അവരിതൊക്കെ മനസ്സിലാക്കുന്നവരാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വാഗ്ദാനം ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയപ്പെട്ട ചെലവുകളൊക്കെ. അപ്പോൾ എന്ന് വിചാരിച്ച് നമുക്ക് പറ്റാത്തത് വഹിക്കാനാകുമോ? എത്ര കാലം അങ്ങനെ വലിയ ചെലവുമായിട്ട് പോകാൻ പറ്റും? ഖജനാവിലൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒരു വശത്ത് ഖജനാവ് നിറയ്ക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തണം. ഞാൻ ധനകാര്യങ്ങളെ പറ്റി പഠിച്ചിട്ടുള്ള അവസ്ഥയിൽ എനിക്കറിയാം കേരളത്തിലെ ഖജനാവ് നിറയ്ക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളൊക്കെ രാഷ്ട്രീയക്കാരും മറ്റുള്ള എല്ലാവരും ചേർന്ന് ഉദ്യോഗസ്ഥരും ഒക്കെയും ഉദ്യോഗസ്ഥരുടെ നിഷ്ക്രിയത്വം, പിന്നെ രാഷ്ട്രീയക്കാരുടെ അമിതമായ ഇടപെടൽ പലപ്പോഴും പോസിറ്റീവ് അല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ ഒരു സ്വർണ്ണവേട്ട കഴിഞ്ഞ വർഷം നടത്തുകയുണ്ടായല്ലോ. ഒറ്റ രാത്രി കൊണ്ട് 700ഓളം കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ ഒരു സ്വർണ്ണക്കട തൃശ്ശൂരിൽ നിന്ന് 104 കിലോ സ്വർണം ഒരു രേഖയും ഇല്ലാത്തത് കണ്ടുപിടിച്ചു. ആ സ്വർണം വിറ്റാൽ ഖജനാവിലേക്ക് എന്തുമാത്രം പണം വരുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ സ്വർണത്തിൻ്റെ നികുതി വെട്ടീര് തടയാൻ പറ്റിയാൽ, ക്വാറി മാഫിയയെ തടയാൻ പറ്റിയാൽ, അങ്ങനെ എത്രയെത്ര മാർഗങ്ങളാണ് വരുമാനം കൊണ്ട് നമ്മുടെ ഖജനാവ് നിറയ്ക്കാൻ പറ്റുന്നത്. പക്ഷേ അവിടെ മനസ്സുണ്ടാകണം. മനസ്സുണ്ടെങ്കിലേ മാർഗമുള്ളൂ. അപ്പോൾ ഈ മാർഗങ്ങളെ പ്രയോജനപ്പെടുത്തിയാൽ ഖജനാവ് നിറയ്ക്കാൻ പറ്റും. ഈ പറയപ്പെട്ട ചെലവുകളൊക്കെ വളരെ ഈസി ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനും പറ്റും എന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വാഗ്ദാനം പക്ഷേ എന്നോർത്ത് ഈ വാഗ്ദാനം പാലിക്കുന്നതിൽ ചില കാര്യങ്ങളൊക്കെ, ചില നിയമങ്ങളൊക്കെ നോക്കണം. അതായത് ചില താല്പര്യങ്ങളൊക്കെ, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി, ഖജനാവിൻ്റെ താല്പര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. അതായത് അക്രോസ് ദ സ്റ്റേറ്റ്, അക്രോസ് ദ വിമൻ, ഇപ്പോൾ പെൻഷൻ പറ്റുന്നതാണെങ്കിലും എനിക്കും സൗജന്യം കിട്ടുക, എന്നേക്കാൾ വലിയ വരുമാനം ഉള്ളവർക്കും, അതായത് മിഡിൽ ഇൻകത്തിൽപ്പെട്ട എന്നെ പോലെയുള്ളവരോ അപ്പർ മിഡിൽ ഇൻകംകാരോ അപ്പർ ഇൻകംകാരോ അത്തരക്കാർക്ക് ഈ സൗജന്യങ്ങൾ കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത്തരക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് മിഡിൽ ഇൻകം, ലോവർ മിഡിൽ ഇൻകം, പൂവർ,
അതായത് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലത് താഴെ, അതായത് മഞ്ഞ നീല കാർഡ് ഉടമകൾക്ക് ഈ സഹായം പൂർണ്ണമായിട്ടും നൽകുക. അത് ഓർഡിനറി ബസ്സിലായാലും, അതായത് KSRTCയുടെ ഓർഡിനറി ബസ്, അതുപോലെ തന്നെ ഫാസ്റ്റ് പാസഞ്ചർ, ഈ 2 മാർഗങ്ങളിൽ ഈ മഞ്ഞ കാർഡിനും നീല കാർഡിനും പൂർണ്ണമായിട്ടും അവസരം കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നല്ല വരുമാനക്ഷതമുണ്ടാകും, വരുമാനക്കുറവുണ്ടാകും. ആ വരുമാനക്കുറവ് മാറ്റാനായിട്ട് നമ്മുടെ റവന്യൂ മൊബിലൈസേഷൻ, വിഭവ സമാഹരണം ശക്തിപ്പെടുത്തുക. അതിനൊക്കെ മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പർ ഇൻകം, മിഡിൽ ഇൻകം, അപ്പർ മിഡിൽ ഇൻകം, അപ്പർ ഇൻകം, ഈ 3 കാറ്റഗറിയെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തുക. ആരും ചോദിക്കില്ല എന്തുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തിയത് എന്ന്. അവർ സമരാഹ്വാനവുമായിട്ട് മുൻപോട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ സമരാഹ്വാനവുമായിട്ട് ഇത്തരം കാറ്റഗറി, അതായത് മിഡിൽ ഇൻകം, അപ്പർ മിഡിൽ ഇൻകം, അപ്പർ ഇൻകം, ഈ 3 ഗ്രൂപ്പുകളും ഈ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ യാത്ര സാധ്യമല്ല എന്ന് ചോദിച്ച് പുറത്തു വന്ന സമരവുമായി വന്നാൽ അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അവരെ ഒതുക്കാനും ഗവൺമെൻറ് മടിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് സഹോദര സ്നേഹം, ഞങ്ങളെപ്പോലെയുള്ള സഹോദരിമാരാണ് ഇത്രയധികം കഷ്ടപ്പെട്ട് ഈ നാടിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയാണ് അവർ പ്രതിനിധീകരിക്കുന്നതും അവർ തീറ്റിപ്പോറ്റുന്നതും എന്നോർക്കണം, കഷ്ടതകളിലൂടെ. അപ്പോൾ അത്തരം ഒരു അത്തരം സഹോദരിമാർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു മാറ്റം. ഞങ്ങളെക്കളോട് വിവേചനമല്ല കാണിക്കുന്നത്, ഈ സഹോദരിമാർക്ക് നീതി നൽകുന്നു. ആ നീതി നൽകുമ്പോൾ ഞങ്ങൾക്ക് നീതി നിഷേധിക്കുന്നില്ല, ബിക്കോസ് ഞങ്ങളത് അർഹിക്കാത്തവരാണ്. അത്തരം ചില സൗജന്യങ്ങൾ ഞങ്ങൾ അർഹിക്കാത്തവരാണ്. അർഹിക്കുന്ന സഹോദരിമാർക്ക് അത് നൽകുന്നു, സന്തോഷിക്കണം, കൈകൊട്ടണം. അതല്ലാതെ സർക്കാരിനെ വിമർശിക്കാനല്ല അപ്പോൾ ഈ പറയപ്പെട്ട ഗ്രൂപ്പിൽപ്പെട്ട വനിതകൾ വരേണ്ടത്. എനിക്ക് തോന്നുന്നില്ല വിദ്യാസമ്പന്നരായ നല്ലവണ്ണം, അതായത് യുക്തിസഹമായിട്ട് ചിന്തിക്കുന്ന കേരളത്തിലെ ഈ പറയപ്പെട്ട മിഡിൽ ഇൻകം, അപ്പർ മിഡിൽ ഇൻകം, അപ്പർ ഇൻകം ഗ്രൂപ്പിൽപ്പെട്ട വനിതകൾ ഇത്തരം ഒരു പ്രക്രിയക്കെതിരെ സമരാഹ്വാനവുമായിട്ട് കാഹളമൂതി വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല.